ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കുന്നതാണ്. ഓരോരുത്തരും വിവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നവർക്ക് ഒരാശ്വാസമാകട്ടെ. മാത്രമല്ല, ഓരോ ദിവസവും അനവധി ആളുകൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കുകയും അവരുടെ വിഷയങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ആ വിഷയങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഒരു സ്ഥിരമായ ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഇത് പകൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാനൊരു ദൈവവചനം വായിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 34-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഈ തിരുവെഴുത്തിനെ ആസ്പദമാക്കി നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ വളരെ അപകടങ്ങൾ, അനർത്ഥങ്ങൾ, കെണികൾ, ഉപദ്രവങ്ങൾ, പീഡകൾ വർദ്ധിച്ച് മാരകമായ രോഗങ്ങൾ, മനുഷ്യനെ കാർന്നു തിന്നുന്ന വിധത്തിലുള്ള മഹാവ്യാധികൾ, അപ്പോൾ തന്നെ കുടുംബത്തിനകത്തും പുറത്തും അനവധി നിരന്തരമായ പ്രശ്നങ്ങൾ, ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കുമ്പോൾ ഒന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽ, കർത്താവേ, ഈ പകൽ മധ്യാഹ്ന സമയത്ത് പരസ്യമായി ഈ പ്രാർത്ഥനയുടെ സകല ജനത്തിനു വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം വെളിപ്പെടുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവെ ഇന്ന് പകൽ പ്രാർത്ഥനയിൽ നടക്കുവാൻ, അത് ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും അവരുടെ ജീവിതങ്ങളിൽ അവരനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങളുടെ നടുവിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അന്ധകാരങ്ങളും അനാചാരങ്ങളും അധാർമ്മികതയും അശുദ്ധിയും കൊണ്ട് നിറയപ്പെട്ട് മനുഷ്യൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായി സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നുപോകുന്ന അനേക ജീവിതങ്ങളെ ഇന്ന് പകൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് സമാധാനം, സ്വസ്ഥതയും സന്തോഷം കൊടുക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ രാജ്യരാഷ്ട്ര ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നിലയിലും കഷ്ടങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, അതിൻ്റെ നടുവിൽ ഭാരപ്പെടുന്ന അനവധി ജീവിതങ്ങൾ, കർത്താവെ, സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത കുടുംബങ്ങൾ, കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ, കടക്കണിയിലൂടെ കടന്നു പോകുന്ന, വിവിധ നിലകളിൽ ഭവനത്തിൽ കഷ്ടം സഹിക്കുന്ന, മാറാ രോഗികളായി കാലങ്ങളായി കിടപ്പ് രോഗികളായി കിടക്കുന്ന, വാർദ്ധക്യ സഹജമായ ഇഷ്ടങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേൽക്കാൻ കഴിയാതെ ആയിരിക്കുന്നവർ, ജന്മനാ വൈകല്യമുള്ളവർ, ആക്സിഡൻറ്റിൽ അകപ്പെട്ട് കർത്താവേ, ഹല്ലേലൂയ, വളരെ ശാരീരികമായ ക്ഷീണത്താൽ ശരീരം തളർന്നു പോയോ, ഐസിയിലും വെന്റിലേറ്ററുമൊക്കെ കർത്താവെ മരണത്തോട് മല്ലടിക്കുന്നവർ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന, ഹല്ലേലൂയ, കർത്താവെ, ക്യാൻസർ അടക്കമുള്ള, ക്ഷയരോഗം, കുഷ്ഠരോഗം അടക്കമുള്ള മഹാവ്യാധിയാൽ ഭാരപ്പെടുന്ന അനേക ജീവിതങ്ങളെ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവ്, അത്ഭുതം ചെയ്യണമേ. തലവേദനയും ട്യൂമറും കണ്ണുവേദനയും ടോൺസിൽസും തൈറോയിഡും ചെവിയുടെയും തലയുടെയും ബെടലയുടെയും ഒക്കെ ബാലൻസ് തെറ്റി വരും. മൂക്കിൽ ദശ വളരുന്നവരെ, മോണസംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, കർത്താവെ, ഹാർട്ടും, ഹല്ലേലൂയ, ലിവർ, ലെൻസ് സംബന്ധമായ രോഗങ്ങളാൽ, എല്ലാ നാഡീനരമ്പ്, ജോയിൻറ്റുകളും, പേശികളും, രക്തധമനികളും ഒക്കെ വ്യാപരിക്കുന്ന വിവിധ രോഗങ്ങൾ, ഉത്തര സംബന്ധമായ, യൂട്രസ് സംബന്ധമായ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഹല്ലേലൂയ, കർത്താവെ, ഹാമേ, കാൽമുട്ട് വേദനകൾ, പെരുമുട്ട് വേദനകൾ, വാദങ്ങൾ, കൂച്ചുകൾ, ഹല്ലേലൂയ, വിവിധ രോഗങ്ങൾ, നരിയാണി സംബന്ധമായി ഉറച്ചു നിൽപ്പാൻ കഴിയാതെ പലരും ഭാരപ്പെടുമ്പോൾ ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലടിയും പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ജനത്തിനൊരു ആശ്വാസ സമാധാനം കൊടുക്കണമേ. കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾക്ക് ഒരാശ്വാസത്തിൻ്റെ വഴി തുറന്നു കൊടുത്ത് കർത്താവെ, ജനം അനുഭവിക്കുന്ന കഷ്ടതയുടെ നടുവിൽ നിന്നവർക്ക് ഒരാശ്വാസവും സമാധാനം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ എത്തിക്കുകയാണ്. സ്വന്തമായി കയറിക്കിടക്കാൻ ഒരു ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനവധി ആളുകൾ, കർത്താവെ, ഒരു തുണ്ട് ഭൂമിയില്ലാതെ ഭാരപ്പെടുന്നവർ, കടക്കണിയാൽ കടന്നു പോകുന്നവർ, വിവിധ വ്യാപാരം ചെയ്ത് ബിസിനസ് തകർന്ന് കർത്താവെ കടക്കണിയാൽ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പല ആളുകളും ആത്മഹത്യയ്ക്ക് വേണ്ടി കർത്താവെ തയ്യാറെടുക്കുമ്പോൾ ഇന്ന് പകൽ അതിൽ നിന്നൊക്കെയും ജനം വിടിവിക്കപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ആ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, കർത്താവെ, ജീവിതം തളർന്ന്, ജീവിതം മടുത്ത് ഇനിയും വേണ്ട അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞായിരിക്കുന്ന അനവധി ആളുകളെ ഇന്ന് പകൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിക്ക് നാഥനായ ദൈവത്തിൻ്റെ മഹത്വം കർത്താവ് എല്ലാ ജീവിതങ്ങളിലും വെളിപ്പെടണം.
ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃദ്ധരും അശരണ യാചകരും ഓർഫനേജിലും ഓൾട്ടേജ് ഹോമിൽ ജുവൈൽ ഹോമിൽ തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 10ാം ക്ലാസ് പരീക്ഷ തോറ്റ അനവധി കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. പ്ലസ് ടുവിൻ്റെ പരീക്ഷ കർത്താവെ റിസൾട്ട് ഈ ദിവസങ്ങളിൽ കടന്നു വരും. ആ റിസൾട്ട് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജയപരാജയങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മഹത്യയ്ക്ക് ഒരുങ്ങാതെ തോറ്റ വിഷയങ്ങളെ എഴുതിയെടുക്കുവാനും മരണത്തെ അതിജീവിക്കാനുള്ള കൃപ കൊടുക്കണമേ. ഹല്ലേലൂയ. മരണം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, മരണത്തെ ജയിച്ച യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഈ ജനം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവെ, പാപത്തെയും ശാപത്തെയും മരണത്തെയും പാതാളത്തെയും സാത്താൻ്റെ സകല തന്ത്രങ്ങളെയും ജയിപ്പാൻ ഈ ജനത്തിന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വ്യാപാരി വ്യവസായികൾ ചെറുതും വലുതുമായ വഴിയോര കച്ചവടക്കാർ കർത്താവെ, അവരേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ഷീരമേഖലയിൽ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവർ, പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നവർ, കാർഷിക മേഖലകളിൽ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരെയും ഇന്ന് പകൽ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കഷ്ടതകൾ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിന് നടുവിൽ തളരാതെ നിൽപ്പാനുള്ള കൃപ കർത്താവെ ജനത്തിൽ കൊടുക്കണമേ. പാപത്തെക്കുറിച്ച് കർത്താവെ ജനം ബോധ്യപ്പെട്ട് തങ്ങളുടെ പാപങ്ങൾ വിട്ടുമാറി ശാപത്തിനും പാപത്തിനും ദുരാത്മാബന്ധനങ്ങളിൽ വകപ്പെട്ട് കിടക്കുന്ന അനേക ജീവിതങ്ങൾക്ക് ഒരു വിടുതലിനായി പ്രാർത്ഥിക്കുന്നു. കടലോരവാസികളെ, തീരദേശവാസികളെ കർത്താവെ, നദിയുടെയും പുഴയുടെയും കായലിൻ്റെയും കടലിൻ്റെയും അരുവിയുടെയും പാടത്തിൻ്റെയും കനാലിൻ്റെയും കർത്താവെ, ഹല്ലേലൂയ, ഒക്കെ അരികിൽ താമസിക്കുന്നവരെ ദൈവം സൂക്ഷിക്കണം. കഴിഞ്ഞ വർഷം അനവധി കുഞ്ഞുങ്ങൾ വെള്ളക്കെട്ടിൽ വീഴുവാൻ കാരണമായി. എന്നാൽ മഴക്കാലം അടുത്തു വരുന്ന മഴക്കാലത്ത് കർത്താവെ, അനർത്ഥങ്ങളോ മരണങ്ങളോ ഇല്ലാതെ ഭൂകമ്പങ്ങൾ, സുനാമികൾ, മലയിടിച്ചുകൾ, ഹല്ലേലൂയ, ഉൾപ്പെടെ നാശനഷ്ടങ്ങൾ വന്ന് ജീവഹാനി സംഭവിക്കാതെ ഞങ്ങളുടെ എല്ലാ ജനത്തെയും കർത്താവ് സൂക്ഷിക്കണമെന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആഴക്കടലിൽ മത്സ്യബന്ധനത്തിനായി കടന്നുപോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു. മത്സ്യബന്ധന ജീവനക്കാർ, അതിലെ വിൽപ്പനക്കാരെയൊക്കെ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും കർത്താവ് സമാധാന സ്വസ്ഥത അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന ജോലിയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം. പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണ്ണിനോടും പണിയെടുക്കുന്ന അനേക ജീവിതങ്ങൾ, തടിയോട് മല്ലടിക്കുന്നവർ, 2 വീലിലും 3 വീലിലും 4 വീലും ഒക്കെ ഓടിക്കുന്ന ഡ്രൈവർമാർ, ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നവർ, കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, അത് യാത്ര ചെയ്യുന്നവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പലരും മദ്യവും മയക്കുമരുന്ന് ലഹരിക്കും അടിമപ്പെട്ട് കർത്താവ് സുബോധം നഷ്ടപ്പെട്ടവരായി വാഹനങ്ങൾ ഓടിച്ച് പലപ്പോഴും അപകടങ്ങളും അനർത്ഥങ്ങളും ഏറെ സംഭവിച്ച് കർത്താവ് ജീവിതം തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജനത്തിന് ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നടുവിലെ ജനം തകർന്ന് തരിപ്പണമായി മാറാതെ കർത്താവ് ജനത്തിന് സ്വസ്ഥതയും സമാധാനവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ കർത്താവ് ഈ ഭൂമി ജീവിച്ച് അത് നിത്യമായി നാശത്തിലേക്ക് പോകാതെ ആ മനുഷ്യൻ്റെ ജീവിതം നിത്യമായി സ്വർഗത്തിലെത്തുവാനുള്ള പ്രത്യാശയും പ്രതീക്ഷയും കർത്താവ് ജനത്തിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മാതാപിതാക്കളെ അനുസരിക്കാതെ അതിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന അനവധി കുഞ്ഞുങ്ങൾ ലഹരിക്കടിമയായി ജീവിക്കുമ്പോൾ അവരെ ലഹരി അടിമകളാക്കി മാറ്റുന്ന ഇവിടുത്തെ മാഫിയ സംഘങ്ങളെല്ലാം ദൈവം സന്ദർശിക്കണമേ. ബാർ ഉടമകൾ, ബീവറേജ് ഉടമകൾ, കർത്താവ് ഹല്ലേലൂയ, കള്ള് ഷാപ്പ് ഉടമകൾ, അതുപോലെ മയക്കുമരുന്ന് വിൽക്കുന്ന MDMA അടക്കമുള്ള സിന്തറ്റിക് ഷാമ്പടക്കമുള്ള കഞ്ചാവും ചരസും കറുപ്പും ഹാഷിഷും അടക്കം വിൽക്കുന്ന അനവധി വിവിധ ഗുളികകൾ കർത്താവെ നൽകി കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളെയും മാഫിയകളെല്ലാം ദൈവം സന്ദർശിക്കണമേ. സ്ത്രീ മാഫികളും ഭൂമാഫികളും ബ്ലേഡ് മാഫികളെയും ഹല്ലേലൂയ കർത്താവിയോട് സന്ദർശിക്കാനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ചൂതാട്ടങ്ങളും വിട്ടുമാറുവാൻ തലമുറകൾ ഇനി നഷ്ടപ്പെട്ടു പോകാതെ പാപത്തിലേക്ക് വീഴാതെ അവർ മാനസാന്തരപ്പെട്ട് നിത്യജീവൻ്റെ അവകാശികളായി കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ പാപത്തെ വിട്ട് നിത്യജീവൻ പ്രാപിപ്പാട്ടയാകണമേ. ഞങ്ങളുടെ പൊതുമേഖലയിലും കർത്താവ് വ്യവസായ മേഖലയിലും കർത്താവ് ഞങ്ങളുടെ ആയിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഹോസ്പിറ്റലുകളിൽ ആയിരിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, അതോടനുബന്ധമായ എല്ലാ ജീവനക്കാരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും കർത്താവ് സമാധാന സ്വസ്ഥതയും കൊടുക്കണം. ജീവിതം തകർന്ന്, കുടുംബജീവിതം തകർന്ന് കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന അനേകായിരങ്ങൾ അവർക്കും ദൈവം സമാധാന സ്വസ്ഥതയും കൊടുക്കണമെന്നായി പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം നടുവിൽ കഷ്ടത അനുഭവിക്കുന്ന അനേക ജീവിതങ്ങൾക്ക് ദൈവമായി സമാധാന സ്വസ്ഥതയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കുടുംബജീവിതം തകർന്ന് ഡിവോഴ്സിലേക്ക് എത്തി കേരളത്തിലെ 30ഓളം കുടുംബ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് കേസുകൾക്ക് ഒരു പരിഹാരം വരുത്താനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജുവൈൽ ഹോയിൽ കിടക്കുന്ന അനവധി കുഞ്ഞുങ്ങൾ വിവിധ ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് കിടക്കുന്നവരുണ്ട്. അവർക്കൊരു മാനസാന്തരം കൊടുക്കണമെന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, ജനം ഈ ദിവസങ്ങളിൽ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് എല്ലാ ശാപത്തിൻ്റെ പാപത്തിൻ്റെ വേദനകൾ വിട്ട് വിടുവിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളിൽ കഷ്ട സഹിക്കുന്ന
വിദേശ രാജ്യത്ത് ജോലിക്കായി കടന്നുപോയിട്ട് കർത്താവെ പീഡകൾ സഹിക്കുന്ന ഉപദ്രവേൽക്കേണ്ട സഹോദരിമാർ, നാട്ടിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, അവരെ ദൈവം വിടുവിക്കണമേ. വിദേശ രാജ്യം ജോലിക്കായി കടന്നുപോയിട്ട് കർത്താവെ പെർമനൻ്റായി ജോലി കിട്ടാത്തവർ, അവിടുത്തെ കർത്താവെ വിസയുടെ കാലാവധി കഴിഞ്ഞവർ, പാസ്പോർട്ട് കാലാവധി കർത്താവ് പുതുക്കി കിട്ടാൻ വേണ്ടി നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, കർത്താവെ അങ്ങനെ വിവിധ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെയൊക്കെയും കർത്താവെ വിടുവിക്കുക, അവർക്കൊക്കെ ആശ്വാസം പുതുവഴി തുറന്നു കൊടുത്ത് അവരുടെ ജീവിതത്തിൻ്റെ ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകലത്തിന്മേലും ദൈവം നീതി വെളിപ്പെടുത്തണമേ. ഞങ്ങളുടെ കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ 14 ജില്ലകളെയും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തൊരു അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലൂരിയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരെല്ലാം വിവിധ പാപങ്ങൾ കടിമകളായി മാറുമ്പോൾ അവർക്ക് മാനസാന്തരം കൊടുക്കണം. ഇന്ത്യ രാജ്യത്തിനായി 29 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ, കർത്താവ് 6 ലക്ഷത്തിലധികം ഗ്രാമങ്ങളിൽ 145 കോടിയോളം ജനം, അവർക്കൊക്കെ ദൈവം മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളെ ഓർക്കുകയാണ്. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പിന്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി 7 ഭൂഖണ്ഡങ്ങളിലായി 800 കോടിയിലധികം ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, അവരെയൊക്കെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വെള്ളത്തിൻ്റെ സ്രോതസ്സുകളില്ലാത്ത സ്ഥലങ്ങൾ, വെളിച്ചമില്ലാത്ത, വൈദ്യുതീകരണമില്ലാത്ത, നെറ്റ്വർക്കുകളില്ലാത്ത സ്കൂളുകളോ കോളേജുകളോ ആശുപത്രി സൗകര്യങ്ങളോ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത എത്രയോ സ്ഥലങ്ങൾ, കർത്താവ് ജനം വിവിധ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ പുറലോകവുമായി യാതൊരു ബന്ധമില്ലാതെ മദ്യത്തിനും മയക്കും ലഹരിക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന അനവധി ആളുകൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. അതിൻ്റെ നടുവിൽ നോക്കുകയും കർത്താവ് ജനത്തിനൊരു ആശ്വാസം സമാധാനം കൊടുക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കഷ്ട സഹിക്കുന്ന നൊമ്പരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് സമാധാനമില്ല, സന്തോഷമില്ല, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കേണ്ട കുടുംബങ്ങൾ സാത്താൻ പകലിൽ ചിഹ്ന ഭിന്നമാക്കി വസ്തു സംബന്ധമായി മറ്റു കാര്യങ്ങളാൽ കർത്താവ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് തമ്മിലടിയും വഴക്കും വെട്ടും കുത്തും രക്തസാക്ഷിത്വം ഉണ്ടാകുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് കർത്താവ് ജനം വിടുവിക്കപ്പെട്ട് മടങ്ങി വരുവാൻ പരസ്പരം സ്നേഹമുള്ളവരായി തീരേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അതിര് തർക്കങ്ങളും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾ, പ്രതികാര മനോഭാവങ്ങൾ എല്ലാം മാറേണ്ടതായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ലോകരാജ്യങ്ങളിൽ തീവ്രവാദവും ഭീകരവാദവും വർഗീയതയും കർത്താവെ നീങ്ങിപ്പോകണമെന്നായി പ്രാർത്ഥിക്കുന്നു. മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും തമ്മിലടിച്ചും കലഹിച്ചും തീവ്രവാദം വരുത്തി ആയിരങ്ങളെ രക്തസാക്ഷികളാക്കി മാറ്റുന്ന വെറും ക്രൂരന്മാരായിരിക്കുന്ന ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമേ. രക്തബന്ധങ്ങളെ തിരിച്ചറിയുവാൻ, മനുഷ്യനെ തിരിച്ചറിയുവാൻ, ജഡരക്തങ്ങളെ തിരിച്ചറിയുവാൻ, അവൻ്റെ ജീവൻ്റെ വിലയെക്കുറിച്ച് ബോധ്യപ്പെടുവാൻ, ഈ ജനത്തിൻ്റെ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭരണ സംവിധാനങ്ങൾ, ഹല്ലേലൂയ, ഞങ്ങളുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ, രാജ്യങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുക. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാവൽ ചെയ്യുന്നവർക്കായി, ഞങ്ങളുടെ ക്രമസമാധാന പാലനരംഗത്ത് പോലീസ് അടക്കമുള്ള വിവിധ മേഖലയിലായിരിക്കുന്നവർ, ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരടക്കം ഹല്ലേലൂയ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. അവരെല്ലാം കർത്താവ് മാനസാന്തരം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ക്രൈംബ്രാഞ്ച്, CBI, ഇന്റർപോൾ, രംഗത്ത് ആയിരിക്കുന്നവരൊക്കെ ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുകയാണ്. എല്ലാ മേഖലയിലും ശുദ്ധീകരണം നടക്കുന്നതായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എല്ലാ മേഖലയിലും ശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ നയങ്ങളെല്ലാം മാറുവാൻ കർത്താവെ മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി കർത്താവെ ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കുവാൻ കൈക്കൂലി അഴിമതി കുംഭകോണങ്ങളും പിടിച്ച കർത്താവെ അല്ലെങ്കിൽ കരിചന്തയും ഭൂട്ടിപ്പും കൈക്കൂലിയൊക്കെ വിട്ട് കർത്താവെ ജനം മടങ്ങി വരുവാൻ രാഷ്ട്രീയ സ്വാധീനങ്ങൾ പലരും ഉപയോഗിച്ച് കർത്താവെ അല്ലെങ്കിൽ മതങ്ങളുടെ മേൽ, രാഷ്ട്രീയത്തിന് മേൽ കർത്താവെ സമ്മർദ്ദം ചെലുത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അരാജകത്വം സൃഷ്ടിക്കുന്ന ഭരണ സംവിധാനങ്ങളെല്ലാം ദൈവം തൊടേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും കൊണ്ട് നിറയുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പാപത്തിൻ്റെ വശീകരണത്തിനകത്ത് വീണ് ജനം തകരാതൊരു മടങ്ങി വരവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. എത്രയെത്ര ജീവിതങ്ങൾ ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊരു മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മത, സാമൂഹിക, സാംസ്കാരിക, ചലച്ചിത്ര, മീഡിയ രംഗങ്ങളിൽ നിൽക്കുന്നവർ ഹല്ലേലൂയ കർത്താവെ മാനസാന്തരപ്പെടുവാൻ, എല്ലാ സയൻറ്റിസ്റ്റുകളും എഞ്ചിനീയർമാരും ഒക്കെ മാനസാന്തരപ്പെട്ട് അവരെല്ലാം സുവിശേഷത്തിൻ്റെ ഭാഗമായി തീരുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ ജനത്തിന് മാനസാന്തരം കൊടുക്കാൻ കാലത്ത് കഴിഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിച്ച യോഹന്നാൻ സ്നാപകനും കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമി വിളിച്ചു പറയപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തെ കർത്താവെ ഇന്ന് പകൽ അടിയൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പാപത്തിൻ്റെ അന്ധകാരത്തിൽ വീണ് കിടക്കുന്ന അനേക ജീവിതങ്ങൾക്ക്
ദൈവിക സമാധാനം കൊടുക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലും ഭാരതത്തിലും ലോകരാജ്യങ്ങൾ മുഴുവൻ ഗുണ്ടകളും ഗുണ്ടാ സംഘങ്ങളും കർത്താവെ പെരുകുമ്പോൾ പിടിച്ചുപറിക്കാരും മോഷണക്കാരും ഭവനം ആക്രമിക്കുന്നവരും ഭവനത്തിൽ കൊള്ളയടിക്കുന്നവരെയും അതിന് സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ ദൈവം സന്ദർശിക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. എല്ലാ സാമൂഹ്യ വിരുദ്ധരും സദാചാര വിരുദ്ധരെയും ദൈവമയോട് സന്ദർശിക്കണമെന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിനാടിയും പ്രാർത്ഥിക്കുന്ന അന്ത്യകാല അഭിഷേകം ഈ നാളുകളിൽ സകല രാജ്യങ്ങളിലും വ്യാപരിക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല ജനങ്ങളും മാനസാന്തരപ്പെട്ട നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് വേർതിരിക്കപ്പെടുന്ന ഒരനുഭവത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും ഹല്ലേലൂയ കർത്താവെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വിവാഹപ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാതെ അനേക കുടുംബങ്ങളിൽ സഹോദരന്മാർ ജീവിതത്തിൽ കഷ്ടം സഹിക്കുന്നവരുണ്ട്. കർത്താവെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ട് ആദമിന് തക്ക തുണയെ കൊടുത്ത കർത്താവെ ദിവസങ്ങളിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് തക്കതായ തുണ ദൈവം കൊടുക്കണമേ. തലമുറയില്ലാത്തതിൻ്റെ പേരിൽ ഭാരപ്പെട്ട് ജീവിതത്തിൽ നിന്നയും അപമാനങ്ങളും പരിഹാസങ്ങളും അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് ഒരു ആശ്വാസം സമാധാന ദൈവം കൊടുക്കണ്ടായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. തലമുറയില്ലാത്തതിൻ്റെ പേരിൽ കുടുംബഛിന്നഭിന്നമായി ഡിവോഴ്സിലായ അനേക കുടുംബങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി സഹോദരന്മാർ മരണമുഖാന്തരം ജീവിതം ഒറ്റപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരുടെ കുഞ്ഞുങ്ങളും അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ ഏകാന്തതയിൽ കഴിയുന്ന അനേക ആളുകളെ ഇന്ന് പകലടിന് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവേ ഹല്ലേലൂയ. കേരളം ഭാരതമൊക്കെ സമ്പന്ന രാജ്യമാണ്. കർത്താവേ ദാരിദ്ര്യ മേഖലയിൽ എന്നൊക്കെ പറഞ്ഞാലും അനവധി ആളുകൾ ദാരിദ്ര്യ നടുവിൽ അകപ്പെട്ട് ജീവിതത്തിൽ ഓരോ ദിവസവും കർത്താവെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അങ്ങനെയുള്ളവരെയൊക്കെ അടിന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു സമാധാനത്തിൻ്റെ അനുഭവം എല്ലാ മേഖലയിലും കർത്താവെ ജനത്തിന് കൊടുക്കണ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാ അധാർമ്മികതയും മാറിപ്പോകണമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹീനമായ പ്രവൃത്തികളും വിട്ട് ജനം മടങ്ങി വരുവാൻ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന അനേക ദുഷ്കാമങ്ങൾ കാമാർത്ഥികൾ കാമപ്രവർത്തികൾ കർത്താവേ ഹല്ലേലൂയ മനുഷ്യ ജീവിതങ്ങളെ വെറും കുഞ്ഞുങ്ങളെ പോലും തകർക്കുന്ന വേട്ടയാടി പിടിക്കുന്ന അനവധി വേട്ടമൃഗങ്ങളെപ്പോലെ മനുഷ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദുഷ്ടന്മാരായിരിക്കുന്ന എല്ലാ കരാളന്മാരെയും ദൈവം സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നിയമങ്ങൾ കർത്താവെ പലതിനും കണ്ണടച്ചു കൊടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇതെല്ലാം കാണുന്ന ജനം തിരിച്ചൊരു ന്യായവിധി നാളിൽ എല്ലാവർക്കും ന്യായവിധി കിട്ടുമുള്ള തിരിച്ചറിവുണ്ടാകുവാൻ ഈ ജനം മാനസാന്തരപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾക്കെല്ലാം ഒരു വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ക്രൈസ്തവീകരണം വർദ്ധിക്കും. അനേക ക്രൈസ്തവരെ ഒരു ദാക്ഷിണ്യമില്ലാതെ കൊന്നൊടുക്കുമ്പോൾ കർത്താവയുടെ വടക്കേന്ത്യ സംസ്ഥാനം അനേക ദൈവമക്കൾ ദൈവദാസന്മാർ പീഡിപ്പിക്കപ്പെടുമ്പോൾ ക്രൈസ്തവജനം ഉപദ്രവിക്കപ്പെടുമ്പോൾ ലോക രാജ്യങ്ങളിൽ ക്രൈസ്തവജനം ഉപദ്രവിക്കപ്പെടുമ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഉദ്ധാരണത്തിനായി നന്മയ്ക്കായി അവരുടെ സംരക്ഷണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് തീമതിലും കോട്ടയുമായിരുന്ന് അവരെ കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. സുവിശേഷ മുഖാന്തരം ജയിലിൽ കിടക്കുന്ന ദൈവമക്കൾ ദൈവദാസന്മാർ ക്രൈസ്തവ വിശ്വാസികളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവരോടൊക്കെ ദൈവം കരുണ കാണിച്ച് അവരുടെ വിഷയങ്ങൾക്കൊരു പരിഹാരം കൊടുക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല നീചമായ പ്രവൃത്തിയും വിട്ട് കർത്താവേ ജനം മടങ്ങി വരട്ടെ. ഈ കേരളത്തിനായി അയ്യം വിളിക്കുമ്പോൾ ഈ ഭാരതത്തിനായി അയ്യം വിളിക്കുമ്പോൾ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി അയ്യം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവോട് അത്ഭുതം ചെയ്യണമേ. നീതിമാന്മാരുടെ നിലവിളി കേൾക്കുന്ന ദൈവമേ, അവരുടെ നിലവിളിക്ക് ചെവി തുറന്നിരിക്കുന്ന ദൈവമേ, ഇന്ന് പകലടിയെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സകല മേഖലയിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കണ്ടായി അടിയം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ദൈവമേ ശുദ്ധീകരണം പകരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മനുഷ്യ ജീവിതം മുഴുവൻ പാപത്തിൽ നിറയപ്പെട്ട് പാപത്തിന് അധീനമായ ശരീരത്തിൽ പാപമാകുന്ന കൂടാരത്തിൽ കർത്താവെ ജീവിച്ച് മനുഷ്യൻ മുഴുവൻ നിത്യനരകത്തിലേക്ക് നീങ്ങുമ്പോൾ അതിൽ നിന്നൊക്കെ മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ ജനത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ മനുഷ്യൻ മത്സരിച്ച് കർത്താവ് ഛിന്ന ഭിന്നമായി തകർന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ആ സ്ഥിതിക്കെല്ലാം ഒരു മാറ്റം വരുത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ ഒരു സമാധാനം, ഒരു സ്വസ്ഥത ഒരു കർത്താവെ ജനങ്ങളിൽ നൽകണമേ, വ്യക്തികളിൽ നൽകണം, കുടുംബങ്ങളിൽ നൽകണമേ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും സ്കൂൾ വർഷമൊക്കെ തുടങ്ങാൻ പോകുന്നു. അനവധി മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ കർത്താവെ പേരൻസുകൾ അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുവാൻ വേണ്ടി വളരെ ഭാരപ്പെടുന്ന കർത്താവ് യൂണിഫോം ബുക്കും അതുപോലെ തന്നെ അവരുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ കർത്താവെ ഫീസും കർത്താവ് കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും കർത്താവ് നൽകി കൊടുക്കുവാൻ
യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഉപരിപഠനത്തിനായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടുന്ന വഴികൾ തുറക്കണമേ. അവരുടെ ഫീസുകളും കർത്താവേ, കേരളത്തിലും ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും ലോക രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വഴികൾ കർത്താവ് എല്ലാ പേരൻസും ദൈവം തുറന്നു കൊടുക്കണമേ. മാതാപിതാക്കൾ പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോടും മണ്ണിനോടും പണിയെടുത്ത് ചോര വേർപ്പാക്കി പണിയെടുത്ത കുഞ്ഞുങ്ങളെ വിദേശ രാജ്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളും പഠിപ്പിക്കാൻ വിട്ട അങ്ങനെ അനവധി കുഞ്ഞുങ്ങൾ കർത്താവെ മദ്യത്തിനും മയക്കുവിനും ലഹരിക്ക് വടിപ്പെട്ട് ജടികമായി പാപങ്ങളിൽ വീണ് ആമയും വഴിതെറ്റിപ്പോയ അനേക കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ കണ്ണുനീരോടെ വേദനയോടെ പ്രാർത്ഥിക്കുന്ന അനവധി വിഷയങ്ങൾ ഇന്ന് പകൽ ഓർക്കുകയാണ്. അവർക്കൊക്കെ ഒരു വിടുതൽ കൊടുക്കണമേ. അനവധി സംഭവങ്ങൾ കാണുമ്പോഴെങ്കിലും ഇനിയുള്ള തലമുറ പാപത്തിലേക്ക് വീണു പോകാതെ കർത്താവേ, ഞങ്ങളുടെ തലമുറയുടെ സംരക്ഷണത്തിനായിട്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറ ആരും വശീകരണത്തിലകപ്പെട്ട് പോകരുത്. പലരുടെയും ചക്രവാക്കുകളും മുഖസ്തുതികളും കേട്ട് കർത്താവെ വശീകരിക്കപ്പെട്ട് അനവധി പെൺകുഞ്ഞുങ്ങൾ പാപത്തിൽ വീണല്ലേലുയ്യ. അവിടെ ജീവിതം നഷ്ടപ്പെടുത്തിയ അനേക സംഭവങ്ങൾ, പലരും മരണപ്പെട്ടു, പലരും ജീവിതത്തിൽ കർത്താവെ ഭാരങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന അനുഭവത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെയും വിടുതൽ കൊടുക്കണമേ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ ഭ്രൂണഹൃത്തികളും കർത്താവെ നീക്കം ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജന്മം കൊള്ളുന്ന ഒരു കുഞ്ഞിനെ കർത്താവെ ഹല്ലേലൂയ ഭ്രൂണഹൃത്തിലൂടെ നശിപ്പിക്കുമ്പോൾ അത് യഥാർത്ഥ കൊലപാതകമാണെന്ന് കർത്താവെ ഹോസ്പിറ്റൽ അധികൃതർ തിരിച്ചറിയുവാൻ, അതുമാത്രമല്ല അങ്ങനെ ആ പാപത്തിലകപ്പെടുന്ന കുട്ടികളെ തിരിച്ചല്ല പാപത്തിൽ നിന്ന് പിന്തിരിക്കപ്പെടുവാൻ, അതിനുവേണ്ടി കർത്താവെ പ്രോത്സാഹിപ്പിക്കുന്ന സഹോദരന്മാരെ ദിവസങ്ങളിൽ സന്ദർശിപ്പാൻ, പാപത്തിലേക്ക് കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വീഴാതെ സൂക്ഷിക്കേണ്ടതിനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവെ എല്ലായിടത്തും സമാധാനം ഉണ്ടാകണം, എല്ലാ മേഖലയിലും സമാധാനം ഉണ്ടാകണം. ജനത്തിന് സ്വസ്ഥത ആവശ്യമാണ്, രാജ്യത്തിന് സ്വസ്ഥത ആവശ്യമാണ്. കർത്താവെ കരയുന്ന അനവധി ആളുകൾ ആമേ പ്രാർത്ഥിക്കുന്നവർ ഹല്ലേലൂയ നിലവിളിക്കുന്നവരുണ്ട്. അതിന് നടുവിലേക്ക് ഞങ്ങൾ ജനത്തെ ഏൽപ്പിക്കുകയാണ്. ആരും നഷ്ടപ്പെട്ടു പോകരുത് കർത്താവെ. ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നു, ജാതി നിറവും പാരമ്പര്യവും പണവും പണത്തിൻ്റെ കൊഴുപ്പുകളും കാണിക്കുന്നവർ, അവർക്കൊക്കെ മനസ്സാന്തരം കൊടുക്കണമേ. യാചകനും കൊട്ടാരത്തിൽ താമസിക്കുന്നവരും മരണമുണ്ടെന്ന് തിരിച്ചറിയുവാൻ, ആമേ യാചകനും കൊട്ടാരത്തിൽ താമസിക്കുന്നതിനും മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ആമേ തിരിച്ചറിയേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ വശീകരണത്തിൽ വീണ് പലരും നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിൽ ജനം വിടുവിക്കപ്പെടാനായിട്ടും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഓരോ ദിവസവും വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ആമേ ലോകത്തിൻ്റെ മിളച്ചതകളും പാപ സ്വഭാവങ്ങളും അതിൽ വഴുതി വീഴുന്ന അനവധി ആളുകളുടെ വിടുതലിനായി രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. തിരിച്ച് ദേശത്തും വിദേശത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന സകല ജനങ്ങളിലും ആ സ്വസ്ഥതയും സമാധാനവും സന്തോഷം പകരുവാൻ യേശു കർത്താവിൻ്റെ കരങ്ങളിൽ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ജനം മടങ്ങി വരട്ടെ, ജനം അകൃത്യങ്ങൾ വിട്ട് മടങ്ങി വരട്ടെ. അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചവരായിരുന്ന ജനം ആമേ മടങ്ങി വരട്ടെ. കർത്താവെ, മാനകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരി ക്രൂശിൽ കർത്താവെ പരമയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സകല ജനങ്ങളും പാപത്തിൽ നിന്ന് പരിഹാരം വരുത്തി ശുദ്ധീകരണം വരുത്തി മാനസാന്തരപ്പെട്ട് നിത്യജീവനെ പ്രാപിപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് ഏറ്റുവാസനമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനായി ഒരുങ്ങുവാൻ ഈ തലമുറയെ ഒരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, സകല ക്രൂരതയും സകല കോപങ്ങളും മാറിപ്പോകണമെന്നായി പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൽ ജീവിപ്പാൻ, പരസ്പരം സഹകരിപ്പാൻ, സ്നേഹമെന്നും തിരിച്ചറിയുവാൻ, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ജനം മടങ്ങി വരണമെന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല നീചവും ക്രൂരമായ പ്രവൃത്തികളെ വിട്ട് ഈ ജനം മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ജീവിതം ഒരിക്കൽ മാത്രമാണ്, രണ്ടാമതൊരു ജീവിതമില്ല. മനുഷ്യൻ മരണം കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ല. മരണാനന്ത ഒരു ജീവിതമുണ്ട്. ആ മരണാനന്ത ജീവിതം നിത്യനരകത്തിലേക്ക് പോകാതെ, നരകക്കടലിലേക്ക് പോകാതെ ഹല്ലേലൂയ മനുഷ്യൻ ഈ ഭൂമി വെച്ച് തന്നെ നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് മരണാനന്ത നിത്യമായി സ്വർഗത്തിൽ ആ ദൈവിക സന്തോഷം അനുഭവിപ്പാൻ സകല ജനത്തെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹീനമായ പ്രവൃത്തിയും വിട്ട് മടങ്ങി വരുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും രാജ്യത്തിനായി രാഷ്ട്രങ്ങൾക്കായി സകല വിഷയങ്ങളെയും ഫലമേൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.